ഇന്നത്തെ ചർച്ച സിഹിറിനെ കുറിച്ചാണ്. മനുഷ്യർക്ക് ദോഷം വരുത്തുന്ന രീതിയിലുള്ള മന്ത്രങ്ങൾ, കെട്ടുകൾ അല്ലെങ്കിൽ മറ്റു പ്രയോഗങ്ങളെയാണ് സിഹിർ എന്ന് വിളിക്കുന്നത്. ഇത് കേവലം ഒരു കൺകെട്ടല്ല, മറിച്ച് ശാരീരികമായോ മാനസികമായോ ഒരാളെ സ്വാധീനിക്കാൻ ഇതിന് സാധിക്കുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് വരുന്ന 75% ആളുകളും പേടിയോടെയും കൗതുകത്തോടെയും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: താങ്കൾ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? എൻ്റെ സുഹൃത്തുക്കളിൽപ്പെട്ട, എൻ്റെ കുടുംബത്തിൽപ്പെട്ട, എനിക്ക് വേണ്ടപ്പെട്ട, എനിക്കറിയാത്തൊരു ശത്രു എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് സംശയത്തോടെ ചിലർ ചോദിക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിലെ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും സിഹിറാണെന്ന് വിശ്വസിക്കുന്നത് ശരിയല്ല. പലപ്പോഴും ശാരീരികമോ മാനസികമോ ആയ രോഗങ്ങൾ കൃത്യമായ ചികിത്സ കൊണ്ട് നമുക്ക് ഭേദമാക്കാവുന്നതാണ്. എന്നാൽ സിഹിർ ബാധിച്ച ഒരാളിൽ കണ്ടുവരാറുള്ള ചില പൊതുവായ ലക്ഷണങ്ങൾ നമുക്ക് പഠിക്കാം. അകാരണമായ ഭയം അല്ലെങ്കിൽ ഉത്കണ്ഠ, ടെൻഷൻ ഉണ്ടാവുക, ആരാധനകളിൽ താല്പര്യക്കുറവ് അനുഭവപ്പെടുക, ഒരുപാട് നിസ്കരിച്ചിരുന്നു, നോമ്പ് നോറ്റിരുന്നു, പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് നിലച്ചുപോയി. അതുപോലെ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യവും അസ്വസ്ഥതയും, വൈദ്യശാസ്ത്രപരമായി കണ്ടെത്താൻ കഴിയാത്ത ശാരീരിക അസ്വസ്ഥതകൾ, ഡോക്ടറെ അടുത്ത് കുറേ തവണ പോയി പക്ഷേ ഒന്നും പ്രത്യേകിച്ച് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് ചിലർ പറയാറുണ്ട്. സ്നേഹത്തോടെ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രത്യേക കാരണങ്ങളില്ലാതെ ഒന്നിക്കാനാവാത്ത വിധം പിണക്കവും അകൽച്ചയും ഉണ്ടാവുക തുടങ്ങിയ ഒരുപാട് കാരണങ്ങൾ സിഹിറിൻ്റെ ലക്ഷണങ്ങളായി നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒരു പരിഹാരം പറഞ്ഞു തരാം. 17 ആയത്തുൽ കുർസി ഏതെങ്കിലും നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നൊരു സമയത്ത് തുടർച്ചയായി 21 ദിവസം അല്ലെങ്കിൽ 42 ദിവസം അല്ലെങ്കിൽ 100 ദിവസം നിങ്ങൾ പതിവാക്കിയാൽ ശക്തമായൊരു സുരക്ഷാ കവചം പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിന് ഉണ്ടാകുന്നതാണ്. ചെയ്തു നോക്കൂ, ഫലമുറപ്പാണ്.